ഞാനിപ്പം വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഡിഷാണ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയപ്പം ഇപ്പം ഓണസമയമൊക്കെ അല്ലേ, അപ്പം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പായസത്തിൻ്റെ കുറേ വീഡിയോസ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം പാസ്ത പായസം, ഞാൻ വിചാരിച്ചു പാസ്ത പായസമോ, അങ്ങനെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ മെക്രോണിയൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ വെച്ച് തട്ടിക്കുട്ടി ഒരു പായസം. പക്ഷെ ഞാനാണ് വെക്കാൻ പോകുന്നത്. ഉമ്മയും വാപ്പയും പുറത്ത് പോയിരിക്കുക. അവർ വരുമ്പോഴത്തേക്ക് ഒരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ട്. നല്ലോണം ആയാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കാണ്. നല്ലോണം വരട്ടെ. ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇതിൽ ഇങ്ങനെ പകുതി ചിരണ്ടി തേങ്ങ ഇങ്ങനെ തിരുവി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനകത്ത് നമ്മൾ പാല് പിഴിഞ്ഞെടുക്കണം. സോ യെസ്, തേങ്ങ അങ്ങനെ തിരുവി ഗൈസ്. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോണിയാണ്. ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, ഞാനപ്പം മാക്രോണി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ ഇതിനകത്ത് വേണ്ട വേറൊരു ട്രിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബോയിലായി വരുന്നില്ലേ, ഇതേ ഇങ്ങനെ ബബിൾസ് കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. സോ അതാകുമ്പോൾ സ്റ്റിക്ക് ചെയ്ത് പിടിക്കത്തില്ല അങ്ങനെ. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഓയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവ് ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതൊന്നും പ്രോബ്ലം അല്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. സോ ഇതിനകത്തോട്ട് ഇച്ചിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആ മാക്രോണി വേവുന്ന സമയം കൊണ്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ബാക്കി തേങ്ങ വരുന്ന ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ മാക്രോണി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ബോയിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതേ നോക്കിയാൽ ഈ ഒരു വേവിലാണ് അത് എടുക്കേണ്ടത്. ഒത്തിരി ഓവർ കുക്ക്ഡ് ആവാനും പാടില്ല, അല്ലാതെ ഒത്തിരി വേവിക്കാതിരിക്കാനും പാടില്ല. നമ്മളൊരു മീഡിയം സൈസിൽ അതേ നോക്കി ഈ ഒരു പരുവത്തിലാണ് അത് നമ്മൾ ബോയിൽ ചെയ്ത് എടുക്കേണ്ടത്. സോ മാക്രോണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മാക്രോണി ഒന്ന് സ്ട്രെയിനർ വെച്ചൊന്ന് സ്ട്രെയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, അങ്ങനെ ഫൈനലി ഗൈസ് ഞാനിപ്പം സ്ട്രെയിനർ ഉപയോഗിച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് മാക്രോണി. നമ്മളിതേ നോക്കി ഈ ഒരു പരുവത്തി വന്നിട്ടുണ്ട് മാക്രോണി. ഇത് നോക്കി ഓവർ കുക്ക്ഡും അല്ല, അങ്ങനെ കുക്കാവാതെ ഇരുന്നിട്ടുമില്ല. സോ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാക്രോണി വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി വേണ്ട മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ശർക്കര പൊടിയാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കാം വെള്ളത്തിൽ വെച്ചിട്ട്. ഇവിടെ ശർക്കര മറ്റേ ബോൾ ശർക്കര ഉപയോഗിക്കാറില്ല. സോ ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ശർക്കര പൊടിയാണ്. സോ ഇത് ഓർഗാനിക്കുമാണ്. ഞാനപ്പം ഇത് ഒന്ന് ഉരുക്കിയെടുക്കട്ടെ. ഞാനിപ്പോൾ അതേ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ശർക്കര ഞാൻ ഉരുക്കി എടുക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ബോയിലാവുന്ന സമയങ്ങളിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ബിക്കോസ് ഈ ശർക്കര പൊടി ചെയ്യുമ്പോൾ അതിനകത്ത് മണ്ണൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അരിച്ചിട്ട് വേണം എന്തായാലും എടുക്കാൻ. അങ്ങനെ തിളച്ച് മറിയുന്നുണ്ട് ഗൈസ് നമ്മുടെ ശർക്കര ഇതിനകത്ത്. അപ്പം നമുക്ക് അങ്ങനെ തിളയ്ക്കുന്നുണ്ട്. ഞാനതൊന്ന് നമ്മളൊന്ന് കുറച്ച് വെക്കട്ടെ. ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ തിളച്ച് മറിയുന്നുണ്ട്. അങ്ങനെ ഗൈസ് ഞാനിപ്പോൾ തുടങ്ങാൻ പോവാണ് എൻ്റെ പായസം ശ്രമം. ഞാനിപ്പോൾ അതേ മക്രോണി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ ശർക്കരപ്പാനി. പിന്നെ ഇത് നമ്മൾ കാണിച്ച കൂട്ടുള്ള കോക്കനട്ട് മിൽക്കിനെ എക്സ്ട്രാക്ട് ചെയ്തത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമേ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയ്ക്കകത്ത് നമുക്കിനി അടുത്ത മാക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഞാനിപ്പം മാക്രോണിയും പിന്നെ ശർക്കരയുടെ പാനിയും കൂടെ മിക്സാക്കി ഞാനിപ്പം ഇതിപ്പോൾ ഒന്ന് ബോയിൽ ചെയ്തെടുക്കുകയാണ്. നമ്മളതേ മാക്രോണിയും പിന്നെ ശർക്കരയും നല്ലിടന്ന് വേവുന്നുണ്ട്. സോ നമുക്കിനി അഥവാ ഇത് കുറുവിയിലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കോൺഫ്ലവർ ഇച്ചിരി വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. സോ അത് കുറുവി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ശർക്കരയും പിന്നെ മാക്രോണിയും കൂടെ നല്ല കുറുകി വന്നിട്ടുണ്ട്. മറ്റേ കോൺഫ്ലവർ ഇടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. സോ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിനി അടുത്ത് തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ മാക്രോണി ശർക്കര പായസം ഇങ്ങനെ തിളച്ച് മറിയുകയാണ്. അൽഹംദുലില്ലാഹ്, അപ്പം പായസം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പം ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി ഇച്ചിരി കാഷ്യൂസ്, റേസിൻസ് ആൻഡ് കാർഡമം ഇച്ചിരി ഒന്ന് എല്ലാം കൂടെ, കാർഡമം ഇച്ചിരി പൊടിച്ചിടാം, അപ്പോൾ ഇച്ചിരി ഫ്ലേവർ കിട്ടും. പിന്നെ ഇച്ചിരി കാഷ്യൂസ് ആൻഡ് റേസിൻസ് ഇച്ചിരി നമുക്ക് നെയ്ക്കകത്ത് വറുത്ത് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഓക്കെ,
അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ ഗാർണിഷിങ്ങിന് വേണ്ടി ഇച്ചിരി കാഷ്യൂസ് പിന്നെ റേസിൻസ് എല്ലാം നമുക്കിപ്പോൾ ഇച്ചിരി നെയ്യിലിട്ട് വറുത്ത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഫുള്ളി കംപ്ലീറ്റ് ആകും. അങ്ങനെ ഗൈസ് നമ്മളത് ഫൈനൽ ലുക്ക് ഇതാണ്. അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ എടുത്ത് ഒഴിച്ചപ്പോൾ ഉള്ള ലുക്ക് ഇതാണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഞാനായിട്ട് വെച്ച ശർക്കര പായസം ടേസ്റ്റ് ചെയ്യാൻ പോകാമെന്ന്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന്. കൊള്ളാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വെറൈറ്റിയാണ്, മാക്രോണി ശർക്കര പായസം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ശരി, ബൈ.